ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മാത്സിലെ 5ാമത്തെ ചാപ്റ്റർ ഡെസിമൽ മെത്തേഡ്സ് ആണ്. ഇതിനകം നമ്മൾ പേജ് നമ്പർ 70, 71, 73, 74, 76 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ ക്ലാസ് 7 മാത്സ് എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെ പേജ് നമ്പർ 78 വരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പേജ് നമ്പർ 80 ആൻഡ് 81 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പേജ് നമ്പർ 80 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ നോക്കാം. ഫൈൻഡ് ദ ഡെസിമൽ ഫോംസ് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ. ഇതിൻ്റെ ഡെസിമൽ ഫോം കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ 3/5 ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 3/5 ഇങ്ങോട്ട് എടുത്തെഴുതി. ഓക്കെ, 3/5 എടുത്തെഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡെസിമൽ ഫോംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെൻസിൻ്റെ ഫോംസിലാണ് എഴുതേണ്ടത്. അതായത് 10, 100 അങ്ങനെ 1000 അങ്ങനെ പോകും. അപ്പോൾ 3/5 ഇതിനെ 10ലേക്ക് മാറ്റണം. നമുക്ക് ഏറ്റവും അടുത്ത 5നോട് ഏറ്റവും അടുത്ത 10 ആണല്ലോ. അപ്പോൾ നമുക്ക് 10ലേക്ക് മാറ്റണം. 5ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത് 10, 100 അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് 5നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 10 കിട്ടുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 10 കിട്ടുക. അപ്പോൾ നമ്മൾ തീർച്ചയായും ന്യൂമറേറ്ററും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ എന്ത് ചെയ്യണം? ഒരേ സംഖ്യ കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മൾ 3നെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. ഓക്കെ, അപ്പോൾ 6/10 കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ കിട്ടും? ഒരു 0 ആണ്. അപ്പോൾ 6 ആണ്. ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക, 0.6. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഫോം മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ എന്തിലേക്ക് മാറ്റണം? ടെൻസിൻ്റെ ഫോമിലേക്ക് മാറ്റണം. ഇനി അടുത്തത് 4/5 ആണ്. ഇതേപോലെ തന്നെ ചെയ്യുക. 4/5. അപ്പം നമുക്ക് 10ലേക്കാണ് മാറ്റേണ്ടത്. 5നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 10 കിട്ടുക. അപ്പോൾ നമ്മൾ 4നെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ 8/10 കിട്ടി. ഇനി 8/10നെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഒരൊറ്റ 0 ആണുള്ളത്. അതുകൊണ്ട് ഒരൊറ്റ പോയിന്റ് മാറ്റി കുത്തിയാൽ മതി. ഭംഗിക്ക് ഒരു 0യും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 0.8 രണ്ടാമത്തെ ആൻസർ 0.8. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1/20 ആണ്. ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. 1/20. അപ്പോൾ ഇതിൽ ടെൻസ് എന്തായാലും നടക്കൂല. പിന്നെ അടുത്തത് എന്താണ്? 100 ആണ്. അപ്പോൾ നമുക്ക് 100ലേക്കാണ് മാറ്റേണ്ടത്. ഓക്കെ, അപ്പോൾ 20നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 100 കിട്ടുക? 5 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 100 കിട്ടുക. 20 × 5 100. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിനെയും എന്തുകൊണ്ട് ചെയ്യണം? 1നെയും 5 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ എന്താ കിട്ടിയത്? ആൻസർ 5/100. ഇനി നമ്മൾ ഇതിനെ ഡെസിമൽ ഫോമിലേക്കാന്ന് വെച്ചാൽ ഇവിടെ 5 ആണുള്ളത്, പക്ഷെ 2 സീറോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. എക്സ്ട്രാ ഭംഗിക്ക് ഇവിടെ ഒരു 0യും ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.05 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്തത് 7/8 ആണ്. അപ്പോൾ ഇത് കുറച്ചൊരു പണിയാണല്ലേ. 7/8 എന്ന് പറയുമ്പോൾ 25 ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ടെൻസിലേക്കും ഹൺഡ്രഡ്സിലേക്കൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യുകയും 8ൻ്റെ വരുമ്പോൾ നമ്മൾ എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000ലേക്കാണ്. അപ്പോൾ ഇവിടെ നോക്കാന്ന് വെച്ചാൽ 10ൻ്റെ ഒരു മൾട്ടിപ്പിളും നമ്മൾ 8ൻ്റെ ഒരു മൾട്ടിപ്പിളും 10ൽ വരുന്നില്ല, 100ലും വരുന്നില്ല. പിന്നെ വരുന്നത് 1000ലാണ്. അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഈ 8 വരുമ്പോൾ നമ്മൾ 1000 വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 1000 ആണ് ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ 8നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 1000 കിട്ടുക? എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ്? 125 കൊണ്ട് ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുക. 8നെ 125 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുക. അപ്പോൾ നമ്മൾ 7നെയും എന്തുകൊണ്ട് ചെയ്യണം? 125 കൊണ്ട് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 125 × 7 ചെയ്ത് നോക്കാം. 7 × 5 35, ബാലൻസ് 3 ഇവിടെ ഇട്ട് കൊടുത്തു. 7 × 40 2 40, 14 + 3 17, 7 × 7 + 1 875. ഓക്കെ, അപ്പോൾ നമുക്ക് 7നെ 125 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 875 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. ഇവിടെ 3 സീറോസ് ആണുള്ളത്, 875 ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് പോയിന്റ് എവിടെ ഇട്ട് കൊടുക്കുക? ഇവിടെ ഇട്ട് കൊടുക്കുക. ഭംഗിക്ക് ഒരു 0യും ഇട്ട് കൊടുക്കുക. ഓക്കെ, 0.875 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ 8 വന്നിട്ടുണ്ടെങ്കിൽ 1000ലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് 125 ആണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് നമ്മൾ അല്ലെങ്കിൽ 1000നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ എളുപ്പത്തിൽ
പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി 125 ആണ് ഓർമ്മിച്ച് വെക്കുക. ചിലപ്പോൾ എക്സാമിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 liters of milk is used to fill in 8 bottles of the same size. How many liters does each bottle hold? അപ്പോൾ 3 ലിറ്റർ മിൽക്ക് ഉണ്ട്, അത് 8 ബോട്ടിൽ സെയിം സൈസിൽ നമുക്ക് നിറയ്ക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 ലിറ്റർ ഡിവൈഡഡ് ബൈ 8. നമ്മൾ സാധാരണ എന്താ ചെയ്യുക? 3/8. 3നെ എന്തുകൊണ്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് നമ്മൾ എഴുതുക 3/8 എന്നുള്ള രീതിയിൽ എഴുതാണ്. ഓക്കെ, അപ്പോൾ 3 liters ഓഫ് മിൽക്ക് യൂസ്ഡ് ടു ഫിൽ 8 ബോട്ടിൽസ് ഓഫ് ദ സെയിം സൈസ്. അപ്പോൾ 3/8, ഇവിടെ 8 വന്നു അല്ലേ? അപ്പോൾ 8 വന്നപ്പോൾ നമുക്കറിയാം 1000ലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 8നെ 125 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുക. അപ്പം നമ്മൾ 3നെയും എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 125 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 375 കിട്ടി. ഇനി 375 കിട്ടിയാൽ നമുക്കറിയാം 3 zeros ആണുള്ളത്. അപ്പം നമ്മൾ 375നെ 3 പ്ലേസ് മാറ്റിയിട്ടു. അപ്പോൾ നമ്മൾ 0.375 ഭംഗിക്ക് ഒരു സീറോയും ഇട്ട് കൊടുത്തു. അപ്പോൾ 0.375 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്? എ റോപ്പ് 70 meters ലോങ് ഈസ് കട്ട് ഇൻറ്റു 25 ഈക്വൽ പീസസ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഇൻ മീറ്റേഴ്സ്? ഓക്കെ, ഒരു റോപ്പിൻ്റെ നീളം എത്രയാണ്? 17 മീറ്റർ ആണ്. 70 meters ആണ്. അത് എത്ര ഈക്വൽ പാർട്സിലേക്കാണ് മാറ്റിയത്? 25 ഈക്വൽ പാർട്സിലേക്കാണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് 17/25 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. എ റോപ്പ് 70 meters ലോങ് ഈസ് കട്ട് ഇൻറ്റു 25 ഈക്വൽ പീസ്. അപ്പോൾ 17/25. അപ്പോൾ 70/25 എന്ന് പറയുമ്പം നമുക്ക് 25 ടെൻസ് എടുക്കാൻ പറ്റൂല, ചെറുതാണ്. ഇനി പിന്നെ അടുത്ത ആളാരാണ്? 100 ആണ്. ഓക്കെ, അപ്പം 25നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 100 കിട്ടുക? 4 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 100 കിട്ടുക. അപ്പം നമ്മൾ 70നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 4 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. 17 × 4 എത്ര നമുക്ക് കിട്ടുക? 68 ആണ് കിട്ടുക. അതാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇനി 68/100 ആണ് അല്ലേ? 68/100 ആണ്. അപ്പം 2 zeros ആണുള്ളത്. അപ്പം 2 പ്ലേസ് മാറ്റി നമ്മൾ പോയിന്റ് ഇടണം. അപ്പോൾ 0.68 ഭംഗിക്ക് ഒരു സീറോയും ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു പേജ് നമ്പർ ഏതാ നമ്മൾ ചെയ്യുന്നത്? പേജ് നമ്പർ 80 ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ലാസ്റ്റ് പ്രോബ്ലം ആണ് നാലാമത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, 19 kilograms ഓഫ് റൈസ്. എത്ര കിലോഗ്രാമാണ് റൈസ് ഉള്ള? 19 kilogram was equally divided among 20 people. How much kilogram did each get? എത്ര ആണ്? 19 കിലോഗ്രാം അരി ഉണ്ട്, അത് 20 ആൾക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 19/20. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? 20 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 90 kilogram ഓഫ് റൈസ് വാസ് ഈക്വലി ഡിവൈഡഡ് എമംഗ് 20 people. അപ്പോൾ 90/20. 90/20 എന്ന് പറയുമ്പം ടെൻസ് പറ്റൂല. അപ്പോൾ നമുക്ക് അടുത്ത ചോയ്സ് 100ന് കൊടുക്കുക. അപ്പോൾ 100 20 കൊണ്ട് എന്ത് ഇൻറ്റു ചെയ്താലാണ് 100 കിട്ടുക? നമുക്കറിയാം 5 ആണ്. അപ്പോൾ 90നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 19 × 5 എത്രയാണ്? 95 ആണ്. അപ്പോൾ 95/100. ഓക്കെ, 95/100 ആകുമ്പോൾ 2 zeros ഉള്ളത്. അപ്പോൾ 2 പ്ലേസസ് മാറ്റി കുത്തി 0.95. ഓക്കെ, അപ്പോൾ നമ്മൾ 4 പ്രോബ്ലംസ് ചെയ്തു. വളരെ എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. ഇതിന് നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. 5 ആകുമ്പോൾ നമുക്ക് 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 10 കിട്ടും. 5 പിന്നെയും വന്ന് 2 കൊണ്ട് ഇൻറ്റു ചെയ്തു, 10 കിട്ടി. 20 വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 100 കിട്ടും. 8 വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 125 കൊണ്ടാണ്. അപ്പോൾ നമുക്ക് 1000 കിട്ടും. ഈ നിലയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്തത് എന്താണ്? പേജ് നമ്പർ 81 ആണ്. ഓക്കെ, പേജ് നമ്പർ 81 ആണ് നമ്മുടെ അടുത്ത പ്രോബ്ലം നിൽക്കുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിലാകെ 3 ചോദ്യമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇത് വരുന്നത് ഡെസിമൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെ ഡിവിഷൻ തന്നെയാണ്. നമുക്ക് നോക്കാം. എ റിബൺ 40.5 centimeters ലോങ് ഈസ് കട്ട് ഇൻറ്റു 2 ഈക്വൽ പീസസ്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. 14.5 centimeter നീളമുള്ള റിബണ് 2 ഈക്വൽ പാർട്സ് ആക്കി. അപ്പോൾ നമ്മൾ എന്താ 2 എന്ന് പറയുമ്പോൾ എന്താണ്? 14.5/2 ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എങ്ങനെ ഇത് ചെയ്യും?
അപ്പം 14 ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 14.5 ആണ്. നമ്പർ ഓഫ് പീസസ് എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 14.5 ഡിവൈഡഡ് ബൈ 2 ആണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 14.5 ഇൻ ഡിവിഷൻ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? 2 ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് റൈറ്റ് ദ ഡിവിഷൻ ബൈ മൾട്ടിപ്ലിക്കേഷൻ ബൈ 1/2 ആൻഡ് കൺവേർട്ട് ഇൻ ടു ദ ഡെസിമൽ ഇൻ ടു ഫ്രാക്ഷൻ. ആദ്യം നമ്മൾ ഡെസിമലിനെ ഫ്രാക്ഷൻ ഫോമിൽ എഴുതണം. അപ്പോൾ 14.5 എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? ഡിവിഷൻ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻറ്റു ചെയ്യുക, റെസിപ്രോക്കൽ വെച്ചിട്ട് ഇൻറ്റു ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 14.5 ഇൻറ്റു അപ്പോൾ 2ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ്? 2 എന്ന് പറയുന്നത് 2/1 ആണ്. 2/1ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/2 ആണ്. ഇപ്പോൾ 14.5 ഇൻറ്റു 1/2 ഇങ്ങനെയാണ് ഇത് വരിക. ഓക്കെ, 14.5 അതായത് 14.5 ഡിവൈഡഡ് ബൈ 2നെ നമ്മൾ ഇങ്ങനെ എഴുതി 14.5 ഇൻറ്റു 1/2. ഈ 1/2 എവിടെ നിന്ന് കിട്ടി? നമ്മൾ ഡിവിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിപ്രോക്കൽ എടുത്ത് ഇൻറ്റു ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് അത്രയും മനസ്സിലായല്ലോ. 14.5 ആണ് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 14.5നെ നമ്മൾ ഫ്രാക്ഷൻ ഫോമിൽ എഴുതി. അപ്പോൾ 14.5 എന്ന് പറയുമ്പോൾ 145/10 ഇൻറ്റു 1/2 ഇങ്ങനെ നമ്മൾ എഴുതി. ഇപ്പോൾ ആൻസർ എത്രയാണ്? 145/20. 10 ഇൻറ്റു 2 20, 145 ഇൻറ്റു 1 145/20. മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഈ 145നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഈസിലി ഫ്രാക്ഷൻ കാണണം. അതുകൊണ്ട് നമ്മൾ ഡിനോമിനേറ്റർ എന്താക്കണം? 100 ആക്കണം. ഓക്കെ, ഡിനോമിനേറ്റർ 100 ആക്കണം, നമ്മൾ നേരത്തെ ചെയ്ത മാതിരി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളത് 145/20 ആണ്. അപ്പോൾ നമുക്ക് 100 ആക്കണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് 20നെ ഇൻറ്റു ചെയ്യണം? 5 കൊണ്ട് ഇൻറ്റു ചെയ്താലേ നമുക്ക് 100 കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 145നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 145നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടും? 5 ഇൻറ്റു 5 25, ബാലൻസ് 2. 4 ഇൻറ്റു 5 20, 20 പ്ലസ് 2 22, ബാലൻസ് 2. 5 പ്ലസ് 1 ഇൻറ്റു 5 5, 5 പ്ലസ് 2 7. അപ്പോൾ 725 നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത് 725/100. അപ്പോൾ ഇനി ഇത് നമ്മൾ ഡെസിമൽ ഫോമിലാക്കുമ്പോൾ എന്താണ്? ഇവിടെ 2 സീറോസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ 2 പ്ലേസ് മാറ്റി കുത്തുക. 7.25 നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 7.25. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 20.5 മീറ്റർ. അപ്പോൾ പെരിമീറ്റർ, സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സൈഡ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ പെരിമീറ്റർ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സൈഡ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 4 ആണ് നമ്മൾ ചെയ്യേണ്ടത്. നോക്കാം നമുക്ക്. പെരിമീറ്റർ 20.5 മീറ്റേഴ്സ് ആണ്. നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 20.5 ഡിവൈഡഡ് ബൈ 4. ഈ ഡിവിഷനെ നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ആക്കണം. അപ്പോൾ എന്തൊക്കെ മാറ്റം വരും? 20.5 ഈ ഡിവിഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4 എന്നുള്ളത് അതിൻ്റെ ഇതിപ്പോൾ 4/1 ആണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/4 ആണ്. ഇപ്പം 20.5 ഇൻറ്റു 1/4 നായി. ഓക്കെ, അതാണ് ഇവിടെ ഇരിക്കുന്നത്. 20.5 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 20.5 ഇൻറ്റു 1/4. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ 20.5 എന്നുള്ളതിനെ നമ്മൾ ഫ്രാക്ഷൻ ഫോമിലാക്കുമ്പോൾ എന്ത് ചെയ്യും? 205/10 ഇൻറ്റു 1/4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 ഇൻറ്റു 205 എന്ന് പറയുമ്പോൾ 205, 10 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 40. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഡിനോമിനേറ്റർ പവർ ഓഫ് 10 ആക്കണം. അതായത് 100ഓ 1000ഓ ആക്കണം. അപ്പോൾ നമുക്ക് 40ൻ്റെ മൾട്ടിപ്പിൾസിൽ 100 വരുന്നില്ല, പിന്നെ വരുന്നത് 1000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1000ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 40നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 1000 കിട്ടുക? 25 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുക. ഓക്കെ, 40നെ 25 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുക. അപ്പോൾ നമ്മൾ ഈ 205നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മൾ 205നെയും നമ്മൾ ന്യൂമറേറ്ററിനെയും 25 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് 205 205നെ 25 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, 5 ഇൻറ്റു 5 25, 5 0 0, അപ്പോൾ 2 കിട്ടും.
5 into 2 10. ഓക്കെ, ഇനി 2 വെച്ച് വെക്കേണ്ട 2 into 5 10. ഇനി 2 0 എന്ന് പറയുമ്പോൾ 0 ആണ്. അപ്പം നമുക്ക് ബാലൻസ് ഉള്ള 1 ഇവിടെ എഴുതാം. 2 into 2 4. ഇപ്പം നമ്മൾ കൂട്ടാൻ 5 2 1 5. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുക 5125. 5125 ഡിവൈഡഡ് ബൈ 1000. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 3 സീറോസ് ആണുള്ളത്. അപ്പം നമ്മൾ 3 പ്ലേസ് മാറ്റി കുത്തണം. അപ്പം 5.125 5.125 ഒക്കെ നമ്മുടെ ആൻസർ എത്രയാണ്? 5.125. ഇനി നമുക്ക് ഇതിലുള്ള ലാസ്റ്റ് പ്രോബ്ലം ആണ്. ഓക്കെ, ലാസ്റ്റ് പ്രോബ്ലം നോക്കാം. ദ പ്രൈസ് ഓഫ് 6 പെൻ ഈസ് 40.50. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 1 പെൻ? അതായത് 6 പെന്നിന് 40 രൂപയും 50 പൈസയുമാണ്. അപ്പോൾ ഒരു പെന്നിന് എന്താ വില? ഓക്കെ, ടോട്ടൽ പ്രൈസ് 40.50, നമ്പർ ഓഫ് പെൻസ് 6. ഇപ്പൊ നമ്മുടെ കാൽക്കുലേഷൻ 40.50 ഡിവൈഡഡ് ബൈ 6. ഈ 40.50 നമ്മൾ എങ്ങനെ ഇത് നമുക്ക് ഇനി ഇൻറ്റുയിലേക്ക് മാറ്റുമ്പോൾ 40.50 ഇൻറ്റു 1/6. 1/6 എന്താണ്? റെസിപ്രോക്കൽ ഓഫ് 6 ആണ്. അപ്പൊ നമുക്ക് അതുവരെ മനസ്സിലായല്ലോ. 40.50 ഇൻറ്റു 1/6. ഇനി നമ്മൾ ഇതിനെ ഫ്രാക്ഷൻ ഫോമിൽ ആക്കുമ്പോൾ ഇവിടെ 2 പ്ലേസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 2 സീറോ കൊടുത്തു. എത്ര ആവും? 4050 ബൈ 100 ഇൻറ്റു 1/6. അപ്പൊ നമ്മുടെ ആൻസർ എന്താക്കും? 4050 ബൈ 6 ഇൻറ്റു 100 600. ഓക്കെ, അതുവരെ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? We can simplify the fraction by dividing numerator and denominator by 6. നമുക്ക് ഇതിനെ എന്താണ് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ? ഇതിനെ രണ്ടിന് 6 ഉണ്ട്. അതായത് നമുക്ക് എങ്ങനെയെങ്കിലും 10 കിട്ടിയാൽ മതി. ഒന്നെങ്കിൽ നമ്മൾ ഡിവിഷൻ ചെയ്യണം, ഒന്നെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് ഇവിടെ ഡിവിഷൻ ചെയ്യാം. 4050 ഡിവൈഡഡ് ബൈ 6 ചെയ്തപ്പോൾ 675 കിട്ടി. 600 ഡിവൈഡഡ് ബൈ 6 കിട്ടിയപ്പോൾ എത്ര? 100ഉം കിട്ടി. അപ്പോൾ നമ്മൾ 675 ബൈ 100 നമുക്ക് എങ്ങനെ എഴുതാം? 6.75 എന്ന് എഴുതാം. ഇനി ഇതിനെ 4050 നമ്മൾ ഡിവിഷൻ ചെയ്യണം. അപ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടണം. എന്നാലും നമ്മുടെ ആൻസറൊക്കെ ശരി. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നിങ്ങൾ തറവാക്കണം. 7ാം ക്ലാസ് എത്തി. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധമൊക്കെ അതിനെ പറ്റിയിട്ട് ഐഡിയ ഉണ്ടാവും. നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഡബിൾ ചെക്ക് ചെയ്യണം. ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി നോക്കണം. ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട്, അതായത് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും വരുമ്പോൾ നിങ്ങൾ എന്തായാലും രണ്ടാമതൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസറിലേക്ക് പോകാൻ പറ്റുള്ളൂ, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു പാകപ്പിഴ വന്നു. ഇപ്പോൾ 675 പകരം നിങ്ങൾക്ക് 655 കിട്ടി. മൊത്തത്തിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോയി. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഡിയേഴ്സ്. നമുക്കിനി ലാസ്റ്റ് ഒരു 3 പ്രോബ്ലംസും കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കഴിയും. പേജ് നമ്പർ 82 അതുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ ഇടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പേജ് നമ്പർ 82 പ്രോബ്ലം എന്നാണ്. ഇതുവരെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ മറക്കാതെ കാണുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നുകൂടി കാണുക. പിന്നെ മാത്സിൽ എനിക്ക് പറയാനുള്ളത്, മാത്സ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായും എന്താണ് ബുക്കും പെന്നും എടുത്തിരിക്കണം. എന്നോടൊപ്പം ചെയ്തു പോകണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി ഒരു ചോദ്യം നോക്കാം. 3 ചോദ്യമേ ഉള്ളൂ. എ വെസൽ കണ്ടെയ്ൻസ് 4.05 liters ഓഫ് കോക്കനട്ട് ഓയിൽ. ഇറ്റ് ഈസ് ടു ബി യൂസ്ഡ് ടു ഫിൽ 0.45 liter bottles. ഹൗ മെനി ബോട്ടിൽസ് ആർ നീഡഡ്? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ കയ്യിൽ 4 ലിറ്റർ 0.05 ലിറ്റർ കോക്കനട്ട് ഓയിൽ ഉണ്ട്. അത് 0.45 ലിറ്റർ ഉള്ള ബോട്ടിലേക്ക്, അതായത് ചെറിയ ബോട്ടിലേക്ക് നിറയ്ക്കണം. എത്ര ബോട്ടിൽ വേണം? അപ്പം നമ്മൾ ബേസിക്കലി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഡിവിഷൻ ആണ്. അതായത് 4.05 ഡിവൈഡഡ് ബൈ 0.45 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടോട്ടൽ വോളിയം 4.05 ലിറ്റേഴ്സ്. വോളിയം പെർ ബോട്ടിൽ 0.45. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4.05 ഡിവൈഡഡ് ബൈ 0.45. ഓക്കെ, ഇനി നമ്മൾ ഇത് എങ്ങനെ ചെയ്യുന്നത്? ഇത് രണ്ടും എന്താണ്? ഡെസിമൽ ഫോമിലാണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കൺവേർട്ട് ചെയ്യാം. 4.05 കൺവേർട്ട് ചെയ്യുമ്പോൾ 405 ബൈ 100. ഓക്കെ, ഡിവൈഡഡ് ബൈ 0.45 നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 45 ബൈ 100. ഓക്കെ, ഇനി നമ്മൾ ഇതിന് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡിവിഷൻ നമുക്ക് എങ്ങനെ മാറ്റാം? ഇൻറ്റുയിലേക്ക് മാറ്റാം. അതെങ്ങനെയാണ്? 405 ബൈ 100 ഇതിൻ്റെ റെസിപ്രോക്കൽ ഇടുക. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്കെ തിരിച്ചിടുക. അപ്പം
0/45. അപ്പോൾ ഇവിടെ വരുന്നത് എന്താ, ഇവിടെ 100 100 വന്നു. അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ 100 100 വന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഉള്ളത്, 405/45. ഇതിനെ നമ്മൾ ഡിവിഷൻ തന്നെ ചെയ്യണം, എന്നാലേ നമുക്ക് ഈ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഡിവിഷൻ ചെയ്യുക. 405/45 ചെയ്താൽ നമുക്ക് 9 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ നമുക്ക് 9 ബോട്ടിലാണ് അത് നിറയ്ക്കാൻ പറ്റുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. an iron rod 17.5 meters long is cut into pieces of length 2.5 meters each. How many pieces are there? അപ്പോൾ 17.5 മീറ്റർ ഉള്ളത് അയൺ റോഡ് നമ്മൾ 2.5 ഉള്ള മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം എത്ര പീസ് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തു നോക്കാം. ലെങ്ത്, ടോട്ടൽ ലെങ്ത് 17.5 meters, ലെങ്ത് പെർ പീസ് 2.5 meter. 17.5 ഡിവൈഡഡ് ബൈ 2.5. ഇപ്പം ഇനി നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. 175/10 100, 25/100. സോറി 10, 100 അല്ല 10 ആണ്. 0.5 ഒരൊറ്റ പ്ലേസേ ഉള്ളൂ, അപ്പോൾ 10 മതി. പറയുമ്പോൾ പറഞ്ഞു പോയതാണ്. 175/10 ഡിവൈഡഡ് ബൈ 25/10. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ റെസിപ്രോക്ക് കാണുക. അപ്പോൾ 175/10 ഇൻറ്റു 10/25. അപ്പോൾ നമ്മൾ 10ഉം 10ഉം കട്ട് ചെയ്തു. അപ്പോൾ എന്താ വരിക, 175/25. 175 25ൽ എത്ര ടൈംസ് പോവും, 7 ടൈംസ് പോവും. അപ്പോൾ നമുക്ക് എത്ര ആണുള്ളത്, 7 പീസസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ്. 6.5 kilograms of chili powder was packed in 0.25 kilogram packets. How many packets are there? Okay, 6.5 കിലോഗ്രാം 6.5 കിലോഗ്രാം ചില്ലി പൗഡർ ഉണ്ട്. അത് നമുക്ക് 0.25 കിലോഗ്രാം ഉള്ള പാക്കറ്റിലേക്ക് മാറ്റണം. ഓക്കെ, നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 6.5 കിലോഗ്രാം ആണ്. പെർ പാക്കറ്റ് എത്ര വേണം, 0.25 ആണ്. അപ്പോൾ നമ്മൾ 6.5 ഡിവൈഡഡ് ബൈ 0.25. ഓക്കെ, 6. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ മെത്തേഡ് ആകുമ്പം 65/10 ഡിവൈഡഡ് ബൈ ഇവിടെ 25 ആണ്. അപ്പോൾ നമുക്ക് 2 സീറോസ് വേണം. 25/100. ഇനി നമ്മൾ ഇതിനെ, ഈ ഡിവിഷനെ നമ്മൾ ഇൻറ്റു ആക്കണം. അപ്പോൾ നമുക്ക് 65/10 ഇൻറ്റു 100/25. അപ്പോൾ ഇവിടെ സീറോസും സീറോസും കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഉള്ളത് 65 ഇൻറ്റു 10, അതായത് 650/25. 650നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 26 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലെ എല്ലാ പ്രോബ്ലംസും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.